മനുഷ്യൻ ലോകത്തെ മനസ്സിലാക്കുന്നത് മറ്റേ ഏതൊരു ജീവിയും ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെ തന്നെയാണ്. എന്താണ് എൻ്റെ അടിസ്ഥാനപരമായിട്ട് ആവശ്യം? സർവൈവ് ചെയ്യുക, അതിജീവിക്കുക. അതായത് നമുക്ക് ചുറ്റുമുള്ള ചുറ്റുപാടുകളിൽ ഓരോന്നും പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ആ ബന്ധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിനെ മനസ്സിലാക്കി നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരെ പോവുക, നമുക്ക് ഭീഷണിയാകാവുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അതായത് ത്രെറ്റ്സിന് ഒഴിവാക്കുക, റിസോഴ്സസ് തേടി പോവുക. ഇതാണ് അടിസ്ഥാനപരമായിട്ട് മനുഷ്യന് ചെയ്യുന്നത്. പക്ഷെ മനുഷ്യൻ്റെ മസ്തിഷ്കം കൂടുതൽ സങ്കീർണമായതുകൊണ്ട് കൂടുതൽ സങ്കീർണമായ തലത്തിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ഗുണപരമായിട്ടുള്ള കാര്യങ്ങളെ എൻഹാൻസ് ചെയ്യുന്നതും നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മളുടെ മസ്തിഷ്കത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഊർജ്ജം എപ്പോഴും കുറച്ച് ഉപയോഗിക്കാനാണ് നോക്കുക. ഇന്നത്തെ പോലെ സുഭിക്ഷമായിട്ട് ആഹാരം കഴിക്കാവുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല മനുഷ്യനുണ്ടായത്. അപ്പോൾ മസ്തിഷ്കം ഇങ്ങനെ സയൻറ്റിഫിക് മെത്തേഡ് പോലെ എല്ലാ തെളിവുകളും നോക്കി യൂണിവേഴ്സലാണോ റിപ്പീറ്റബിൾ ആണോ ഒന്നും പരിശോധിച്ചിട്ടല്ല തീരുമാനത്തിലെത്തുന്നത്. വളരെ പെട്ടെന്ന് തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഏതൊരു സയൻറ്റിസ്റ്റും ജീവിതത്തിൻ്റെ ഭൂരിഭാഗ സമയങ്ങളിലും ചെയ്യുന്നത്. കാരണം ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള അധ്വാനവും മാനസിക അധ്വാനവും ഊർജ്ജ ചെലവും ഉണ്ട്. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും സയൻറ്റിഫിക്കായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ആ വരുന്ന വണ്ടിയുടെ വേഗം എത്രയാണ്, എനിക്ക് എത്ര വേഗത്തിൽ നടക്കാൻ പറ്റും, ഈ റോഡിന് എത്ര വീതിയുണ്ട്, ആ വണ്ടി ഇപ്പോൾ എത്ര ദൂരെയാണ്, ഇങ്ങനൊരു കാൽക്കുലേഷൻ നടത്തി ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് ഈ വണ്ടി ഇവിടെ എത്തുമോ, ഈ കാൽക്കുലേഷൻ്റെ റിസൾട്ടിൽ വേണം തീരുമാനം എടുക്കാൻ. പക്ഷേ ആരും ചെയ്യില്ല. എന്തുകൊണ്ടാണ്? അല്പസ്വല്പം എറർ വന്നാലും മാനേജബിളാണ്. പക്ഷേ എല്ലായിടത്തും ആ എറർ ഒരുപോലെ മാനേജബിൾ അല്ല. ചിലപ്പോൾ ഇപ്പോൾ ഒരു ഹൈ സ്റ്റേക്ക് സിറ്റുവേഷനാണ്, എനിക്ക് കുറേ നാളായിട്ട് മാറാതെ തലവേദന നിൽക്കുന്നു, ഞാൻ എന്ത് ചികിത്സയ്ക്ക് പോകണം? ഞാനൊരു മന്ത്രവാദിയെ കൊണ്ട് എന്തെങ്കിലും ഒരു മന്ത്രം ജപിപ്പിക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറെ കാണാൻ പോയി അവിടെ എന്തെങ്കിലും ഒരു സ്കാനിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വിധേയമാകണോ? ഈ ഡിസിഷൻ എൻ്റെ ഒരു ജീവൻ്റെ വിലയുള്ള ഡിസിഷനാണ്. അപ്പോൾ അതൊരു ഹൈ സ്റ്റേക്ക് സിറ്റുവേഷനാണ്. അത് ആലോചിച്ച് കണ്ട് ചെയ്യണം.